പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നമ്മൾ ഓരോ മക്കളിലും ഒന്ന് നിറയട്ടെ. നല്ലത് സംഭവിക്കട്ടെ, നല്ലത് ചിന്തിക്കട്ടെ, നല്ലത് പ്രവർത്തിക്കട്ടെ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് വലിയ വിവാദങ്ങളിലേക്ക് കടന്നു പോകണമെന്നില്ല. എന്നിരുന്നാലും ഇന്ത്യൻ പൗരനാണെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. കുറച്ച് ദിവസം മുമ്പ് മേജർ രവി, മിസ്റ്റർ മേജർ രവി നമുക്ക് ഒരുപാട് സ്വപ്നങ്ങള് കാണിച്ചു തന്ന മനുഷ്യനാണ് മേജർ രവി. പ്രത്യേകിച്ച് ഒരു പട്ടാളക്കാരൻ, ഒരു പടയാളി എത്രമാത്രം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സേവിക്കുന്നുണ്ട് എന്ന് ഒരുപാട് സിനിമകളിലൂടെ, കാർഗ് യുദ്ധം, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ മോഹൻലാലിനെ വെച്ചും പലരും വെച്ച് ഈ പുള്ളിക്കാരൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബഹുമാനം ഉള്ളൊരു വ്യക്തിത്വമാണ് ഈ മേജർ രവി. മേജർ എന്ന് വിളിക്കുമ്പോൾ തന്നെ വലിയൊരു ബഹുമാനം നമുക്ക് ലഭിക്കുന്നത്. ഇതിന് ബഹുമാനമുള്ള ഈ മേജർ രവി നാലാംകിട ഇന്റർവ്യൂ കുറച്ച് ദിവസം മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിലെ, അത് ആരുടെ മീഡിയ ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോ പുള്ളിക്കാരന്റെ ആണെങ്കിലും ഇനിയിപ്പോ ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു നാലാംകിട ഇന്റർവ്യൂ എന്ന് പറയാം. അങ്ങനെ ഒരു ഇന്റർവ്യൂ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ മ്ലേച്ഛമായ വാക്കുകളാണ് അതില് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കത്തോലിക്ക സഭയുടെ ഏക വിശുദ്ധ, അതിലെ അടിയിലുള്ള കമന്റ് ബോക്സിലുള്ള ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കത്തോലിക്ക സഭയുടെ ഏക വിശുദ്ധിയായ സിസ്റ്റർ ജസ്മി, എനിക്ക് സിസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? മാഡം ജസ്മി ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് കുറച്ചു നാളുകളായി ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കത്തോലിക്ക സഭയെ വിശുദ്ധീകരിക്കാൻ ഇറങ്ങിയ ഒരു പ്രൊഫറ്റ്, പ്രവാചക എന്നൊക്കെയാണല്ലോ ആ സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്രമാത്രം മ്ലേച്ഛമായ ഒരു കാര്യം ഇങ്ങനെ അത് ചോദിക്കുമ്പോഴും അതിന് ഉത്തരം കൊടുക്കുമ്പോഴും ചോദ്യകർത്താവായ മിസ്റ്റർ മേജർ രവിയും അതിന് ഉത്തരം നൽകുന്ന മാഡം ജസ്മിയും എന്താ പറയാ, ഇത്രമായ നാലാംകിട വർത്തമാനം, വളരെ നാശമായിരുന്നു ഈ വാക്കുകൾ. അതിൽ ഒന്നുകൊണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറയാം. അതിന് മുന്നേ അതിൽ കമന്റ് ബോക്സിലുള്ള ഒരു മുസ്ലിം സഹോദരി എഴുതിയൊരു വാക്കുണ്ട്, അതാണ് ഞാൻ നിങ്ങളുടെ വായിക്കാം. ജാസ്മിൻ മുഹമ്മദ് എന്നാണ് ആ സഹോദരി എഴുതിയിട്ടുള്ളത്. എല്ലാവരെയും ഒറ്റ ഫ്രെയിമിൽ ഉൾപ്പെടുത്തരുത്. അതിനുശേഷം പറയുകയാണ്, ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു പള്ളി സ്കൂളിലായിരുന്നു, പള്ളിയോട് ചേർന്നുള്ള ഒരു പള്ളി സ്കൂളില്. 5ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർ പ്രീത. ഇതുവരെയും അതുപോലെ ഒരു സ്ത്രീ വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ PGക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഞങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സുഡാനിൽ മറ്റോ ആതുര സേവനത്തിൽ ആണ്. എന്റെ എല്ലാ നല്ല നിമിഷങ്ങളിലും സിസ്റ്ററെ ഓർക്കാറുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടി ചിലപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന മിസ്റ്റർ മേജർ രവി വരെ. ഇന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും, അത് ഏത് മതവും ആയിക്കോട്ടെ, അത് ഏത് വ്യക്തിത്വം ആയിക്കോട്ടെ, ഇന്ന് കേരളത്തിലെ നമുക്ക് പലപ്പോഴും തന്റെ മക്കള് കോൺവെന്റിൽ പഠിക്കണം. എവിടെ പഠിക്കണം? കോൺവെന്റിൽ പഠിക്കണം. ഇല്ലെങ്കിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന അല്ലെങ്കിൽ അച്ഛന്മാര് നടത്തുന്ന കോളേജിൽ പഠിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു വലിയൊരു എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റ്
ചെയ്തുവെങ്കിൽ ആ തെറ്റിനെ ഇത്രമാത്രം പുറത്ത് കാണിച്ച് അവഹേളിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുക എന്ന് അതിൽ കമന്റ് ബോക്സിൽ പറഞ്ഞതാ. സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ മേജർ രവി, താങ്കൾ ഇത്രമാത്രം എഡ്യൂക്കേറ്റഡും ഇത്രമാത്രം ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തി സിനിമകളിലൂടെ ഇത്രമാത്രം താങ്കളെ ഒരു വ്യക്തിത്വം ലോകത്തുള്ള മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത താങ്കൾ ഇത്രമാത്രം നാലാംകിട ഒരു ഇന്റർവ്യൂ നടത്തിയത് വളരെ മോശമായി പോയി. ചിന്തിക്കുക നിങ്ങള്, ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ക്രിസ്ത്യാനികൾ മുഴുവൻ അങ്ങനെയാണ് നിങ്ങളൊക്കെ ചില വാക്കുകളൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചോദ്യം ചോദിച്ചതാ, ക്രിസ്ത്യാനികള് അനാഥ മന്ദിരം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്. ക്രിസ്ത്യാനികള് അനാഥ മന്ദിരം അല്ലെങ്കിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും അനാഥ മന്ദിരം തുടങ്ങുന്നത്, വാക്ക് എനിക്ക് പറയാൻ ലജ്ജ തോന്നുക, കന്യാസ്ത്രീകള് പ്രസവിക്കാൻ പോകാനാണ് അല്ലെങ്കിൽ ആ കുട്ടികളെ നോക്കാനാണ്. അനാഥ മന്ദിരം, ക്രിസ്ത്യൻ അനാഥ മന്ദിരങ്ങളിൽ കിടക്കുന്ന കുട്ടികളൊക്കെ സിസ്റ്റേഴ്സ് എന്നാൽ ഗർഭിണികളായി ഉണ്ടായ കുട്ടികളാണ്. എന്റെ പൊന്നു മേജർ രവി, അത് പറയുന്ന ഒരു ചമ്മലില്ലാതെ അപാര തൊലിക്കെട്ടിയായി ഇറങ്ങി പുറപ്പെട്ട നാടിനും വീടിനും ഒക്കെ നല്ല തരത്തില് ഗുണമേന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരി ജസ്മി വളരെ മ്ലേച്ഛമായ വാക്കുകള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേരളത്തിലെ അനാഥ മന്ദിരങ്ങള് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങള്, നീ കുറെ കഴിയുമ്പം വൃദ്ധസദനങ്ങളും പറയുമല്ലോ നിങ്ങള്. റോഡിൽ അലഞ്ഞു നടക്കുന്ന ഒരുപാട് മാനസിക രോഗികളെ കൊണ്ടുവന്ന് പിടിച്ച് അവരെ ഷേവ് ചെയ്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അവരെന്നെ തിരിച്ച് അതത് ഭവനങ്ങളിലേക്ക് എത്തിച്ച്, ഏത് രാജ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഇങ്ങനെ 100 കണക്കിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഒക്കെ തിരിച്ചും മറിച്ചും നിങ്ങൾ പറയും. ഇത് പറയുന്നവരൊക്കെ ഈ ക്രിസ്തീയതയിൽ നിന്നും തെറിച്ചു പോയവരും ഇതിന് മാക്സിമം ഉപയോഗിക്കാൻ തുനിഞ്ഞിറങ്ങിയവരായ കുറെ പേരുണ്ട്. ഈ ചാനലിൽ തന്നെയാണ് അതില് പ്രത്യേകിച്ച് കമന്റ് ബോക്സിൽ പറഞ്ഞത്, ജാമിദ ടീച്ചറുടെ ഇന്റർവ്യൂ ഇട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ജാമിദ ടീച്ചർ ഉള്ളു തുറന്ന് പറയുന്നത് ആ ചാനലിൽ ഉണ്ടായിരുന്നല്ലോ. എന്താ മിസ്റ്റർ അത് മാത്രം എടുത്ത് മാറ്റി എന്ന് കുറെ പേര് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം കൊടുക്കാനില്ല അല്ലെ. ക്രിസ്ത്യാനികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ജാതി സ്പിരിറ്റ് ഉള്ളവരാണ്. മിസ്റ്റർ മേജർ രവി, താങ്കളെപ്പോലുള്ള ഒരു നല്ലൊരു വ്യക്തിത്വം ഇങ്ങനെ എന്താ പറയാ ഒന്നില്ലാതാക്കി മാറ്റരുത് കേട്ടോ. വേദനയുണ്ട് ഞങ്ങൾക്ക്, എല്ലാത്തിലും പറയാനുണ്ടല്ലോ, വേദനയുണ്ട്. ഈ നാലാംകിട വ്യക്തിയെ പിടിച്ച് നാലാംകിട ഇന്റർവ്യൂ നടത്തിയതിനെ ആ വ്യക്തി എന്തൊക്കെ പറഞ്ഞുകൂടെ, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കല്, ഇല്ലെങ്കിൽ എന്താ പറയാ കന്യാസ്ത്രീകൾ മുഴുവൻ അങ്ങനെയാ. വേറൊരു വാക്ക് ഉപയോഗിച്ചു, മാഡം ജസ്മി എന്നാ ഉപയോഗിച്ചത്, ഹോമോസെക്സ് ഉള്ള വ്യക്തിത്വങ്ങളാണ് കൂടുതലായി അച്ഛന്മാരും സിസ്റ്റേഴ്സായി മാറുന്നതെന്ന്. അവർക്ക് മാക്സിമം അല്ലെ എന്തൊക്കെ പറഞ്ഞേ, പിന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സും മുഴുവൻ ഹോമോസെക്സ് ഉള്ളവരാണല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ വൃത്തിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എല്ലാവരും വിശുദ്ധരാണെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു തെറ്റുകൾ സംഭവിച്ചെന്നെങ്കിൽ ഈ മേജർ പോർഷൻ തന്നെ അത് എന്താ പറയാ വൃത്തിക്കേടാക്കി മാറ്റുന്ന ഈ ഒരു പ്രവണതയുണ്ടല്ലോ. പിന്നെ എന്താ ക്രിസ്തുവിനെ കുറിച്ച് എന്നാ പറഞ്ഞ്, ക്രിസ്തു ദൈവമല്ല, ഏതോ ഒരു അച്ഛൻ തലക്കടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊരു പുരുഷൻ മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, നല്ലൊരു വ്യക്തിത്വം മാത്രമാണ്, ക്രിസ്തു ദൈവമല്ല. ഇതൊക്കെ ഇതിന്റെ പിന്നിൽ നിന്ന് പറയിപ്പിക്കുന്ന ഈ വാക്കുകളും അല്ലെങ്കിൽ പറയിപ്പിക്കുന്ന വ്യക്തികളും ആരാന്ന് ഞങ്ങൾക്കറിയാം. കുറച്ച് നാളുകളായല്ലോ ഈ വ്യക്തികളൊക്കെ ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയൊക്കെ ക്രൈസ്തവരുടെ മ്ലേച്ഛതകളെ കാണിക്കാൻ ഏതൊക്കെ വഴിയുണ്ടെങ്കിൽ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ല, കാണിക്കും മാക്സിമം. ഇപ്പൊ ഒരു കഞ്ചാവ് വിറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന
ഒരു സാധനം എങ്ങോ ഇല്ലേ, ഒരു കന്യാസ്ത്രീയല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എവിടെയുള്ള ഒരു 4-5-6 പേരുടെ കന്യാസ്ത്രീകളുടെ വേഷം ഇട്ടുകൊണ്ട് എന്തോ ഒരു ഫാക്ടറി നടത്തി ചെയ്യുന്നു. എന്നിട്ട് ഒരു ഭൂരിപക്ഷമുള്ള ഒരു വലിയൊരു വിഭാഗം ഡാൻസ് ചെയ്യുന്ന കണ്ടുകൊണ്ട്, വ്യത്യസ്ത യൂണിഫോം ഉള്ള ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ലഹരി അടിച്ച് നൃത്തമാടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇതൊക്കെ ചെയ്യുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാം. അത് നടത്തുക, മാക്സിമം നടത്തുക. എന്തായാലും ഒരിക്കൽ സത്യം വിജയിക്കും. ഇത് സത്യ, മനസ്സിലായ? ഞങ്ങൾക്ക് ഈ പണിയല്ല ശരിക്കും, ഈ പ്രതികരിക്കേണ്ട പണികളല്ല. പക്ഷെ ഈ പ്രതികരണം ഇനിയെങ്കിലും പലരും ചോദിച്ചല്ലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇനി വീണ്ടും അടുത്ത തലമുറ ചിലപ്പോൾ ചോദിക്കും, എന്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതികരിക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ലേ എന്ന്. അതുകൊണ്ട് പ്രതികരിച്ചു പോകുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പും ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഈ നാലങ്കട ഇന്റർവ്യൂ ഒക്കെ ചെയ്തുകൊണ്ട് ഇത്രയും വലിയ 100 കോടിയിലധികമുള്ള വലിയൊരു മതത്തെ, കത്തോലിക്ക സഭയെ ഇങ്ങനെ താറടിക്കുന്ന തരത്തില് ഈ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മ്ലേച്ഛതാണ്. ഈ സിസ്റ്റേഴ്സ്, അച്ഛന്മാരൊക്കെ അങ്ങനെയാണ്, പിതാക്കന്മാർ മുഴുവൻ അങ്ങനെയാണ്. ഞാൻ കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിൽ വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ വാക്കുകൾ. സിസ്റ്റർ ജസ്മി, നിങ്ങളൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലല്ലേ, ഇത് ഹോളി സ്പിരിറ്റ് ആണോ സംസാരിക്കുന്നത്? ആണോ? എന്തോട്ടെ, ആരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ വിശ്വാസികളും ഇവയിലെ ഏറ്റവും കൂടുതൽ മറുപടികളൊക്കെ തരുന്നത് മറ്റു വ്യക്തിത്വങ്ങൾ തന്നെ മറുപടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മേജർ റിവ്യൂവിന്റെ അടുത്ത് പറയാ, തങ്ങളുള്ള ഒരു സ്റ്റാറ്റസ്, ഒരു ഇമേജ്, ഇപ്പോഴുള്ള ഇമേജ് കളഞ്ഞു കുടിക്കരുത്. ആമേൻ.